ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് റബ്ബർ മാർക്കിനെ കുറിച്ചാണ്. റബ്ബർ മാർക്ക് നമുക്കറിയാവുന്ന കാര്യമാണ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രണ്ട് അപ്പെക്സ് സ്ഥാപനമുണ്ട്. അതിലൊന്ന് മാർക്കറ്റ് ഫെഡും രണ്ട് റബ്ബർ മാർക്കുമാണ്. റൂള് 15(2)A റൂള് 15(2) ക്യാപിറ്റൽ ലെറ്റർ എയിൽ പറയുന്നുണ്ട്. അപ്പെക്സ് സൊസൈറ്റി ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് എത്രണ്ണമുണ്ട്? രണ്ടെണ്ണാണുള്ളത്. ഒന്ന് ജനറൽ പർപ്പസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് സ്ഥാപനമായിട്ട് മാർക്കറ്റ് ഫെഡും സ്പെഷ്യൽ പർപ്പസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് സ്ഥാപനമായിട്ട് റബ്ബർ മാർക്കും. അപ്പം സിംഗിൾ കമോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് ഒരു എക്സാമ്പിൾ ഏതാണ്? റബ്ബർ മാർക്കാണ്. അപ്പെക്സ് സൊസൈറ്റിക്ക് എക്സാമ്പിൾ റബ്ബർ മാർക്കാണ്. അല്ലെങ്കിൽ സിംഗിൾ കമോഡിറ്റി ഡീൽ ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ അത് റബ്ബർ കോപ്പറേറ്റീവ്സ് ആണ്. അപ്പം സ്പെഷ്യൽ ടൈപ്പ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് സ്ഥാപനമാണ് ഇത് റബ്ബർ മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് 2-3 ക്വസ്റ്റ്യൻ ഒക്കെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, റബ്ബർ മാർക്കിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? 2, പെരിയാർ മിക്സ്ചർ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഡാഷ്. 3, ഇൻ റബ്ബർ മാർക്ക് ഈ ക്ലാസ് മെമ്പർഷിപ്പ് ഈസ് ഗിവൺ ടു ഡാഷ്. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അവ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കേൾക്കുക, നോട്ട്സ് തയ്യാറാക്കി എടുക്കുക. ഓക്കെ, നോക്കുകയും ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. എന്താണ്? ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഇതിനെയാണ് നമ്മൾ പൊതുവെ എങ്ങനെ അറിയപ്പെടുന്നത്? റബ്ബർ മാർക്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ റബ്ബർ മാർക്കിന്റെ ഫുൾ ഫോം എന്താണ്? ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിനെയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? റബ്ബർ മാർക്ക് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? റബ്ബർ മാർക്ക്. ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എങ്ങനെ അറിയപ്പെടും? റബ്ബർ മാർക്ക് എന്നറിയപ്പെടും. റബ്ബർ മാർക്ക്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സപ്ലയർ ആൻഡ് ബിഗ്ഗസ്റ്റ് സ്റ്റോക്കിസ്റ്റ് ഓഫ് നാച്ചുറൽ റബ്ബർ ഇൻ ഇന്ത്യ, നോട്ട് ഇൻ കേരള. കേട്ടോ, കേരളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റോക്കിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ സപ്ലയർ ഓഫ് നാച്ചുറൽ റബ്ബർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? റബ്ബർ മാർക്കാണ്. എന്താണ് റബ്ബർ മാർക്ക് എന്ന് പറയുന്നത്? ഈസ് ദ ലാർജസ്റ്റ് സപ്ലയർ ആൻഡ് ബിഗ്ഗസ്റ്റ് സ്റ്റോക്കിസ്റ്റ് ഓഫ് എന്തിന്റെയാണ്? നാച്ചുറൽ റബ്ബർ ഇൻ ഇന്ത്യ. ദെൻ അത് വളരെ ഇമ്പോർട്ടന്റ് അടുത്തൊരു പോയിന്റ് ആണ്. ഏത് വർഷമാണിത് രജിസ്റ്റർ ചെയ്തത്? ഏത് വർഷമാണ് ഇതിന്റെ പ്രവർത്തനമാണ്? രണ്ട് ഡേറ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ്. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം രജിസ്റ്റേർഡ് എന്നാണ്. കേട്ടോ, ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ്. ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ്. ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ്. ഏതാണ്? 16/3/1971. 16 മാർച്ച് 1971 71 ഇമ്പോർട്ടന്റ് വർഷമാണ്. 1971 എന്ത് ചെയ്തത്? രജിസ്റ്റർ ചെയ്തത്. ഫംഗ്ഷനിങ് ആരംഭിച്ചത് 30/4/1971 ഏപ്രിൽ 30 പ്രവർത്തനം ആരംഭിച്ചത്. രജിസ്റ്റർ ചെയ്തെന്നാണ് മാർച്ച് 16 രജിസ്റ്റർ ചെയ്തു, ഏപ്രിൽ 30 പ്രവർത്തനം ആരംഭിച്ചു. ഏതാ വർഷം? 1971. 1971 റബ്ബർ മാർക്ക്. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള. കേരളത്തിൽ പ്രവർത്തിക്കുന്ന, പ്രാഥമിക തലത്തിൽ പ്രവർത്തിക്കുന്ന റബ്ബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത്? റബ്ബർ മാർക്ക്. എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള. കേരളത്തിൽ പ്രവർത്തിക്കുന്ന, പ്രാഥമിക തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത്? റബ്ബർ മാർക്ക്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? റബ്ബർ മാർക്ക്. റബ്ബർ മാർക്ക് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ലിമിറ്റഡിനെയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? റബ്ബർ മാർക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, റബ്ബർ മാർക്ക് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് സ്റ്റോക്കിസ്റ്റ് ഓഫ്, ലാർജസ്റ്റ് സപ്ലയർ ആൻഡ് ബിഗ്ഗസ്റ്റ് സ്റ്റോക്കിസ്റ്റ് ഓഫ് നാച്ചുറൽ റബ്ബർ ഇൻ ഇന്ത്യ. അതുപോലെ ഇറ്റ് ഈസ് ദ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഓക്കെ, രൂപീകരിച്ച വർഷം ഇമ്പോർട്ടന്റ് ആണ്. 16 മാർച്ച് 1971 രജിസ്റ്റർ ചെയ്തു. 30 ഏപ്രിൽ 1971 പ്രവർത്തനം ആരംഭിച്ചു.
Okay, it is an apex federation of special purpose marketing societies and headquarters at എവിടെയാ? എറണാകുളം, കൊച്ചിൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പോയിന്റ്. റബ്ബർ മാർക്കിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? കൊച്ചിനാണ്. റബ്ബർ മാർക്കിന്റെ ഹെഡ്ക്വാർട്ടർ കൊച്ചിൻ അല്ലെങ്കിൽ എറണാകുളമാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് എന്താണ്? സ്പെഷ്യൽ പർപ്പസ് മാർക്കറ്റിംഗ് സൊസൈറ്റി. സ്പെഷ്യൽ പർപ്പസ് മാർക്കറ്റിംഗ് സൊസൈറ്റി. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഏതാണ്? പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി. അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് മാർക്കറ്റിംഗ് സൊസൈറ്റി. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഇറ്റ്സ് ഹെഡ്ക്വാർട്ടർ അറ്റ് എറണാകുളം, കൊച്ചിൻ. എറണാകുളത്താണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടർ. അപ്പൊ ഓർത്തു വെക്കേണ്ട പോയിന്റ് ഇതാണ്, റബ്ബർ മാർക്കിന്റെ ഹെഡ്ക്വാർട്ടർ എറണാകുളം. റബ്ബർ മാർക്ക് എറണാകുളം. നേരെ മറിച്ച് റബ്ബർ ബോർഡ് ആണെങ്കിൽ അതെവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ കോട്ടയം. കോട്ടയത്താണ് റബ്ബർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടർ. കോട്ടയത്താണ് റബ്ബർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടർ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? കോപ്പറേറ്റീവ് സെക്ടറിലെ റബ്ബർ മാർക്കിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? എറണാകുളമാണ്. ദെൻ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമായിട്ടുള്ള റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ കോട്ടയം. നമ്മൾ ഇതുപോലെ പഠിക്കുന്നതാണ്. കയർ ഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ ആലപ്പുഴ. കയർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ കൊച്ചിൻ. അപ്പൊ അത് ഓർത്തു വെച്ചേക്കണം. ഇവിടെ റബ്ബർ മാർക്കിന്റെ ആസ്ഥാനം കൊച്ചിൻ അല്ലെങ്കിൽ എറണാകുളമാണ്. റബ്ബർ ബോർഡാണ് ചോദ്യമെങ്കിൽ അത് കോട്ടയത്താണ്. ഓക്കെ, അപ്പം എന്താണ്? റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രൈമറി ലെവൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ അപ്പെക്സ് ഫെഡറേഷൻ ആണ്. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഹെഡ്ക്വാർട്ടർ ഓഫ് റബ്ബർ മാർക്ക് സിറ്റുവേറ്റഡ് അറ്റ് കൊച്ചിൻ. കൊച്ചിനാണ് ഹെഡ്ക്വാർട്ടർ. ഇതിന്റെ ഘടന, റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി റബ്ബർ മാർക്കിന്റെ ഘടന എത്രയാ? 2 ടയർ സംവിധാനമാണ്. 2 ടയർ ദ്വിതല സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു. 2 ടയർ സംവിധാനം. അതായത് 2 ടയർ ഏതാ? പ്രൈമറി ലെവലില് പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും അപ്പെക്സ് ലെവലില് ഏതാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അല്ലെങ്കിൽ റബ്ബർ മാർക്ക്. അപ്പൊ എത്ര ടയർ ആണ്? 2 ടയർ സംവിധാനത്തിലാണ് റബ്ബർ മാർക്ക് പ്രവർത്തിക്കുന്നത്. റബ്ബർ മാർക്ക്. ഓക്കെ, ദെൻ അടുത്തത്, it is the only agency in India which procures natural rubber directly from the farmers. കൃഷിക്കാരിൽ നിന്നും, അതായത് റബ്ബർ കർഷകരിൽ നിന്നും നാച്ചുറൽ റബ്ബർ നേരിട്ട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഏജൻസി ഏതാണ്? റബ്ബർ മാർക്കാണ്. എന്താണ്? ഇറ്റ് ഈസ് ദ ഓൺലി ഏജൻസി ഇൻ ഇന്ത്യ വിച്ച് പ്രൊക്വേഴ്സ് നാച്ചുറൽ റബ്ബർ ഡയറക്ട്ലി ഫ്രം ദ ഫാർമേഴ്സ്. ഏതാണ്? റബ്ബർ മാർക്കാണ്. ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്നും നേരിട്ട് നാച്ചുറൽ റബ്ബർ സ്വീകരിക്കുന്ന ഒരു ഏജൻസി ഏതാണ്? റബ്ബർ മാർക്കാണ്. അതേപോലെ തന്നെ ഇറ്റ് ആക്ട് ആസ് എ നോഡൽ ഏജൻസി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇറ്റ് ആക്ട് ആസ് എ നോഡൽ ഏജൻസി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു അണ്ടർടേക്ക് ദ പ്രൊക്യൂർമെന്റ് ഓഫ് റബ്ബർ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഏതാണ്? റബ്ബർ മാർക്കാണ്. കോപ്പറേറ്റീവ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ആരാണ്? റബ്ബർ മാർക്കാണ്. സോ റബ്ബർ മാർക്ക് ആക്ട് ആസ് എ നോഡൽ ഏജൻസി ഓഫ് ദ ഗവൺമെന്റ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഓൺലി ഏജൻസി ഇൻ ഇന്ത്യ ഹു പ്രൊക്വേഴ്സ് നാച്ചുറൽ റബ്ബർ ഡയറക്ട്ലി ഫ്രം ദ ഫാർമേഴ്സ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സപ്ലയർ ആൻഡ് ബിഗ്ഗസ്റ്റ് സ്റ്റോക്കിസ്റ്റ് ഓഫ് നാച്ചുറൽ റബ്ബർ ഇൻ ഇന്ത്യ. ഓക്കെ, ദെൻ ഇതില് 38 മെമ്പർ സൊസൈറ്റീസ് ആണുള്ളത്. എത്രയുണ്ട്? 38 മെമ്പർ സൊസൈറ്റീസ് ഉണ്ട്. റബ്ബർ മാർക്കില് 38 മെമ്പർ സൊസൈറ്റീസ് ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെ റബ്ബർ ബോർഡിന്റെയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കൂടിയുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? പ്രൈമറി തലത്തിൽ പ്രവർത്തിക്കുന്ന 38ഓളം പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി റബ്ബർ മാർക്കിൽ മെമ്പറാണ്. അതുകൂടാതെ റബ്ബർ ബോർഡ് മെമ്പറാണ്. അതുകൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റും ഏതിൽ അംഗമാണ്? റബ്ബർ മാർക്കിലെ അംഗമാണ്. അപ്പൊ 38 പ്രൈമറി സൊസൈറ്റികൾ റബ്ബർ മാർക്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ റബ്ബർ ബോർഡ് മെമ്പറാണ്. ദെൻ കൺസേൺഡ് ഗവൺമെന്റ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും റബ്ബർ മാർക്കിലെ മെമ്പർ ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ, the administration of the rubber mark vested with the board of directors ആണ് elected from the representative of the member societies and government nominees. ഓക്കെ, അപ്പൊ മെമ്പർ സൊസൈറ്റീസ്, അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആരൊക്കെ ഉണ്ട്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ
മെമ്പർ സൊസൈറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന റെപ്രസെന്റേറ്റീവ് ഉണ്ട്. അതുകൂടാതെ ഗവൺമെന്റ് നോമിനീസ് ഉണ്ട്. ഇതിന്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ MD ഇതിൽ അംഗമായിരിക്കും. ഇതില് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ അംഗമായിരിക്കും. ഓക്കെ, അൾട്ടിമേറ്റ് അത് ജനറൽ ബോഡിയാണ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ വേണ്ടി ആരുണ്ട്? ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. പ്രസന്റ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് PV സ്കറിയയാണ്. ആരാണ്? പ്രസന്റ് പ്രസിഡന്റ് ഓഫ് റബ്ബർമാർക്ക് ആരാണ്? PV സ്കറിയ. PV സ്കറിയയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഏതിന്റെ? റബ്ബർമാർക്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ദെൻ മാനേജിംഗ് ഡയറക്ടർ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. MD ആണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇപ്പോഴത്തെ MD എന്ന് പറയുന്നത് ഡോക്ടർ ലോറൻസ് ഹരോൾഡ് ആണ്. ലോറൻസ് ഹരോൾഡ് ആരാണ്? ഡോക്ടർ ലോറൻസ് ഹരോൾഡ് ആണ്. ഡോക്ടർ ലോറൻസ് ഹരോൾഡ് ആണ് ഇപ്പോഴത്തെ MD. അപ്പൊ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡിയാണ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർ സൊസൈറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. ഇത് കൂടാതെ ഗവൺമെന്റ് നോമിനീസും MD ഇതില് അംഗമായിട്ട് വരും. PV സ്കറിയയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇപ്പോഴത്തെ MD എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ ലോറൻസ് ഹരോൾഡ് ആണ് ഇപ്പോഴത്തെ MD എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ മീൻസ് ഈ 2024 വർഷത്തെ ആ പോസ്റ്റിലിരിക്കുന്ന പ്രസിഡന്റും ആ പോസ്റ്റിലിരിക്കുന്ന ആരാണ്? CEO പേരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. പ്രസന്റ് ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റും പ്രസന്റ് CEO ഇത് മാറാം, ആള് മാറാം. അപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയം നോക്കിയിട്ട് അതനുസരിച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഇതേപോലെ പഠിച്ചു വെക്കാൻ പാടില്ല. ഓക്കെ, ചിലപ്പോൾ മാറാം. അപ്പൊ അതുകൊണ്ട് ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വേണം. ഈ ചെയർമാന്റെയോ അല്ലെങ്കിൽ MD ഒക്കെ പേര് പഠിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ദെൻ അടുത്തത് ഇവരുടെ പ്രധാനപ്പെട്ട പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? ഇവരുടെ പ്രോഡക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഭാരത് ജൈവ ഗോൾഡ്. ഭാരത് ജൈവ ഗോൾഡ് നമ്മുടെ തെങ്ങിന് വേണ്ടിയിട്ടുള്ള ജൈവവളവും തെങ്ങ്, നെല്ല്, അപ്പൊ അങ്ങനെയുള്ള പല നമ്മുടെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള ജൈവവളാണ് ഏത്? ഭാരത് ജൈവ. പേരോർത്ത് ഭാരത് ജൈവ ഗോൾഡ്. അതുപോലെ തന്നെ പെരിയാർ മിക്സ്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെരിയാർ മിക്സ്ചർ. അപ്പൊ ഭാരത് ജൈവ, പെരിയാർ മിക്സ്ചർ, കേരള ജൈവ. ഇതൊക്കെ എന്ത് പ്രോഡക്റ്റ് ആണ്? ഫെർട്ടിലൈസർ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഫെർട്ടിലൈസർ പ്രോഡക്റ്റ് ആണ്. കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ ഉൽപ്പന്നങ്ങളും ആര് നിർമ്മിക്കുന്നുണ്ട്? ആര് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്? റബ്ബർമാർക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പം ഫെർട്ടിലൈസറിന്റെ മെയിൻ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ഒന്ന് ഭാരത് ജൈവ, രണ്ട് പെരിയാർ മിക്സ്ചർ. ഈ പേരോർത്ത് പെരിയാർ മിക്സ്ചർ, ദെൻ കേരള ജൈവ. ഇത് മൂന്നുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫെർട്ടിലൈസർ പ്രോഡക്റ്റ്. ആരുടെ? റബ്ബർമാർക്കിന്റെ ഫെർട്ടിലൈസർ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ റബ്ബർമാർക്കിന് ഒരു ക്രംബ് റബ്ബർ ഫാക്ടറി ഉണ്ട്. ക്രംബ് റബ്ബർ ഫാക്ടറി എവിടെയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഇൻ ചേന്നപ്പടി. ചേന്നപ്പടിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ചേന്നപ്പടിയിലാണ്. ഏത് വർഷം ആരംഭിച്ചു ഇത്? 1983. 1983 ചേന്നപ്പടിയിലാണ് എന്താരംഭിച്ചത്? ക്രംബ് റബ്ബർ ഫാക്ടറി. ആരുടെ? റബ്ബർമാർക്കിന്റെ. ക്രംബ് റബ്ബർ ഫാക്ടറി ഓഫ് റബ്ബർമാർക്ക് സിറ്റുവേറ്റഡ് അറ്റ് ചേന്നപ്പടി ആൻഡ് ഫോംഡ് ഇൻ ദ ഇയർ 1983. 1983. ഓക്കെ, ദെൻ ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഡക്റ്റ് ആണ് റൂബക് ബലൂൺ. നമുക്കൊക്കെ അറിയാവുന്നതാണ്. ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷൻ ഒക്കെ മേടിക്കുന്ന ബലൂൺ ആണ് റൂബക് ബലൂൺ. ഓക്കെ, റുബക് ബലൂൺ ആരുടെ ഉൽപ്പന്നമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. റബ്ബർ മാർക്കിന്റെ ഉൽപ്പന്നമാണ് ഇത് റൂബക് ബലൂൺ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, the first and fully automatic toy balloons of international standard manufacturing factory with Malaysian collaboration. മലേഷ്യൻ കമ്പനിയുമായുള്ള ഒരു കൊളാബറേഷൻ ആരംഭിച്ച ഫാക്ടറിയാണിത്. മലേഷ്യൻ കമ്പനിയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് സെറ്റ് അപ്പ് ബൈ റബ്ബർമാർക്ക്. എവിടെയാണ്? എറണാകുളത്താണ് ഇത് ആരംഭിച്ചത്. ഏത് വർഷം? 2006. അപ്പം ക്രംബ് റബ്ബർ ഫാക്ടറി 1983 ചേന്നപ്പടിയിലും, റുബക് ബലൂൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാനുഫാക്ചറിംഗ് വെഞ്ചർ വിത്ത് മലേഷ്യൻ കമ്പനിയാണ്. എറണാകുളത്താണ് ഇതിന്റെ ഫാക്ടറി. ഏത് വർഷം ആരംഭിച്ചത്? 2006. ബലൂണിന്റെ പേര് റൂബക് ബലൂൺ. അപ്പൊ ഏതൊക്കെ പ്രോഡക്റ്റ് റബ്ബർ മാർക്കിന്റെ? ഭാരത് ജൈവ ഗോൾഡ്, പെരിയാർ മിക്സർ, കേരള ജൈവ. എന്ത് പ്രോഡക്റ്റ്? ഫെർട്ടിലൈസർ പ്രോഡക്റ്റ്. അതുകൂടാതെ എന്താ പറഞ്ഞത്? റൂബക് ബലൂൺ.
ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഏതിന്റെയാണ്? റബ്ബർ മാർക്കിന്റെ ഉൽപ്പന്നമാണ് ഏത്? റൂബെക് ബലൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഇൻ റബ്ബർ മാർക്ക് ഇ ക്ലാസ് മെമ്പർഷിപ്പ് ആർക്കാ കൊടുക്കുന്നത്? ഇ ക്ലാസ് മെമ്പർഷിപ്പ്, ഇ ക്ലാസ്. അപ്പൊ ഇ ക്ലാസ് മെമ്പേഴ്സ് വരെ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം റബ്ബർ മാർക്കില് ഇ ക്ലാസ് മെമ്പർഷിപ്പ് ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഗിവൺ ടു റബ്ബർ ബോർഡ് ആണ്. ഏതിനാ കൊടുക്കുന്നത്? റബ്ബർ ബോർഡ്. റബ്ബർ ബോർഡിനാണ് ഇ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. റബ്ബർ ബോർഡിനാണ് ഏത് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? ഇ ക്ലാസ് മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് റബ്ബർ ബോർഡ്. ഇ ക്ലാസ് നമുക്ക് എക്സാമിന് ചോദിക്കാം, ഇൻ റബ്ബർ മാർക്ക് ഇ ക്ലാസ് മെമ്പർഷിപ്പ് ഈസ് ഗിവൺ ടു ആർക്കാണ്? റബ്ബർ ബോർഡിനാണ്. അപ്പൊ ഇനി റബ്ബർ ബോർഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. റബ്ബർ ബോർഡ് രൂപീകരിച്ചത് റബ്ബർ ആക്ടും പ്രകാരമാണ്. ഏത് ആക്ടും പ്രകാരമാണ്? റബ്ബർ ആക്ടും പ്രകാരമാണ് റബ്ബർ ബോർഡ്. റബ്ബർ മാർക്കല്ല, റബ്ബർ ബോർഡ് സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ്. അത് രൂപീകരിച്ചത് റബ്ബർ ആക്ടും പ്രകാരമാണ്. ആക്ടിന്റെ പേര് റബ്ബർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ട്. ഏത് വർഷം? 1947. ആക്ട് നമ്പർ 24 ആക്ട് നമ്പർ 24 ഓഫ് 1947. ഓക്കെ, ആക്ട് നമ്പർ 24 1947 പാസാക്കിയ റബ്ബർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ട്. റബ്ബർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ടും പ്രകാരമാണ് റബ്ബർ ബോർഡ് രൂപീകരിച്ചത്. ഓക്കെ, തുടക്കത്തിൽ ഇതിന്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ റബ്ബർ ബോർഡ് എന്നായിരുന്നു. ഇന്ത്യൻ റബ്ബർ ബോർഡ് എന്നായിരുന്നു തുടക്കത്തിൽ ഇതിന്റെ പേര്. ഇന്ത്യൻ റബ്ബർ ബോർഡ്, ഇന്ത്യൻ റബ്ബർ ബോർഡ്. ഓക്കെ, ഇത് രൂപീകരിച്ചത് എന്നാണ്? 18 ഏപ്രിൽ 1947 18 ഏപ്രിൽ 1947 ഇന്ത്യൻ റബ്ബർ ബോർഡ് രൂപീകരിച്ചത്. 18/4/1947. അപ്പൊ റബ്ബർ ആക്ട് ഏത് വർഷമാണ്? 1947. അപ്പൊ അതേ വർഷം തന്നെയാണ് റബ്ബർ ബോർഡ് രൂപീകരിച്ചത്. 18 ഏപ്രിൽ 1947. ഓക്കെ, ഇതിന്റെ പേര് നമ്മൾ ഇപ്പോൾ കാണുന്ന റബ്ബർ ബോർഡായിട്ട് മാറിയത് 1954. ഏത് വർഷമാണ്? 1954 ഇന്ത്യൻ റബ്ബർ ബോർഡ് എന്തായിട്ട് മാറുന്നത്? റബ്ബർ ബോർഡ് എന്നായിട്ട് മാറുന്നത്. അത് എന്തുകൊണ്ടാണ് ആ ചേഞ്ച് വന്നെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ റബ്ബർ ആക്ട്, റബ്ബർ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് 1947. അത് അമെൻഡ് ചെയ്തു. ഏത് വർഷം? 1954. 1947 പാസാക്കിയ റബ്ബർ ആക്ട് 1954 അമെൻഡ് ചെയ്തിട്ടാണ് ഇന്ത്യൻ റബ്ബർ ബോർഡ് എന്തായിട്ട് മാറിയത്? റബ്ബർ ബോർഡ് എന്ന് റീനെയിം ചെയ്തത്. റബ്ബർ ബോർഡ്. ഇപ്പൊ എന്താ സിമ്പിൾ ആയിട്ട് എത്രയേ ഉള്ളൂ? റബ്ബർ ബോർഡ് എന്നേ ഉള്ളൂ. അപ്പൊ റബ്ബർ ബോർഡ് ഏത് വർഷമാണ്? 18 ഏപ്രിൽ 1947. റബ്ബർ ആക്ട് ഏത് വർഷമാണ്? 1947. ആക്ടിന്റെ ഫുൾ നെയിം എന്താണ്? റബ്ബർ മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആക്ട്, ആക്ട് നമ്പർ 24 ഓഫ് 1947. ഓക്കെ, ഹെഡ് ക്വാർട്ടർ, റബ്ബർ ബോർഡിന്റെ ഹെഡ് ക്വാർട്ടർ നേരത്തെ പറഞ്ഞാണ്. റബ്ബർ ബോർഡിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ കോട്ടയം. കോട്ടയത്താണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം. ഹെഡ് ക്വാർട്ടർ ഓഫ് ദ റബ്ബർ ബോർഡ് എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ കോട്ടയം. കോട്ടയത്താണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം. ഓക്കെ, ദെൻ പ്രസന്റ് ചെയർമാൻ ആരാണ്? പ്രസന്റ് ചെയർമാൻ ഓഫ് റബ്ബർ ബോർഡ് ആരാണ്? ഡോക്ടർ സവാർ ധനന്യ. ഡോക്ടർ സവാർ ധനന്യ 2021 അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നത്. ഡോക്ടർ സവാർ ധനന്യയാണ് റബ്ബർ ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. 3 വർഷത്തേക്കാണ് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ വരുന്ന ജൂലൈ ആവുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കാലാവധി കഴിയും. ഓക്കെ, അപ്പൊ ഡോക്ടർ സവാർ ധനന്യയാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ചെയർമാൻ അപ്പോയിന്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ റബ്ബർ ബോർഡിന്റെ ചെയർമാൻ. റബ്ബർ മാർക്കിന്റെ ആരാ പ്രസിഡന്റ്? PV സ്കറിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. റബ്ബർ മാർക്കും അതേപോലെ തന്നെ റബ്ബർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കേട്ടിട്ട് നോട്ട്സ് തയ്യാറാക്കുക. സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.